ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടണ പോലത്തെ നല്ല കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കോളിഫ്ലവർ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല തിളപ്പിച്ച് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പകുതി വേവായിട്ടോ ഇരിക്കണത്. അപ്പോൾ എനിക്ക് അതിലേക്കുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയാണ് കേട്ടോ ചേർക്കണത്. മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ വേണ്ടത്. അതും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മുടെ ആവശ്യത്തിന് ഒരു കളറിനും. പിന്നെ വേണ്ടത് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു ലേശം ഒരല്പം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ മാവിന് നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനി ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ല മാവ് കലക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി എടുക്കാം കേട്ടോ, മിക്സാക്കി എടുക്കാം. അപ്പോഴത്തേന് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു അവസാനത്തെയാണ് കേട്ടോ. ഇനി അതിലേക്ക് ആ ഓയിലിലേക്ക് 2 പച്ചമുളക് നടു പിളർന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മറ്റേ കറിവേപ്പിലയും കൂടിയും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഗാർണിഷിനും കൂടിയും പിന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി കോളിഫ്ലവറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിലാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.